Welcome back to Kavitha Sugar and Spice. ഇന്ന് നമുക്ക് ഒരു സ്ട്രോബെറി ഐസ് ടീ എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത് നോക്കാം. ഈ ചൂടുള്ള വേനൽക്കാലത്ത് വളരെ മനസ്സും ശരീരവും തണുക്കാനുള്ള ഒരു ബെസ്റ്റ് സാധനമായിരിക്കും. എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത് നോക്കാം. അതിനോടൊപ്പം തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇപ്പം ഈ അവസരത്തിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്നു. അങ്ങനെ നമ്മുടെ ഐസ് ടീ ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ആദ്യം തന്നെ 2 കപ്പ് തിളച്ച വെള്ളം എടുക്കുകയാണ്. അതിലേക്ക് നമ്മുടെ പുതിനയില ഇടാം. പിന്നെ ഒരു 3 സ്ലൈസ് ലെമണും അതിലേക്ക് ഇടാം. അത് കഴിഞ്ഞിട്ട് ഞാൻ 2 ടീ ബാഗ്സ് ആണ് ഇവിടെ യൂസ് ചെയ്യാൻ പോണത്. ടീ ഡസ്റ്റ് ഉപയോഗിക്കാത്തതിൻ്റെ കാരണം എന്തെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ എത്ര തിളപ്പിച്ച് എത്ര അരിച്ചാലും അതിലൊരു പൊടി കുറച്ച് ബാക്കി ഉണ്ടാവും. ഇപ്പോൾ ഈ ടീ ബാഗ്സ് ആകുമ്പം ആ പ്രശ്നമില്ല, അത് കാരണമാണ് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ അതില്ല എന്നുണ്ടെങ്കിൽ ടീ ഡസ്റ്റ് തന്നെ ഉപയോഗിച്ചോളൂ, പക്ഷെ നന്നായിട്ട് അരിക്കണം എന്ന് മാത്രം. ഇത് നമുക്കൊരു 5 മിനിറ്റ് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് നമ്മുടെ സ്ട്രോബെറി അരിഞ്ഞു തുടങ്ങാം. 3 എണ്ണമാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നുള്ളൂ. അതിനെ ഒരു സ്ലൈസ് ആയിട്ടാണ് നമ്മൾ അരിഞ്ഞെടുക്കുന്നത്. ഇത് അരിയുന്ന സമയം കൊണ്ട് ഞാൻ ഒരു കാര്യം പറഞ്ഞു തരട്ടെ. അതായത് ഈ ഐസ് ടീ എന്ന് പറയുന്ന സാധനം ആദ്യം ഉണ്ടാക്കി തുടങ്ങിയത് അമേരിക്കയിലാണ്. 1870s ആ സമയത്താണ് ഇവർ ഉണ്ടാക്കി തുടങ്ങിയത്. അപ്പോൾ അത് ഉണ്ടാക്കി അവർക്കതൊക്കെ കഴിച്ചിട്ട് ഭയങ്കര ഇഷ്ടമായി, അങ്ങനെ പോപ്പുലറായി. ഇവിടെ ഇപ്പം എനിക്ക് തോന്നുന്നു ലോകത്തെ എല്ലായിടത്തും പോപ്പുലറായി എന്ന് തോന്നുന്നുണ്ട്. ഏതായാലും ഞാനിപ്പോൾ ഈ 3 സ്ട്രോബെറി അരിഞ്ഞു. ഇതിനെ നമുക്ക് ഒരു ഗ്ലാസ്സിലേക്ക് മാറ്റാം. അപ്പം ഞാനിവിടെ ഒരു മേസൺ ജാറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിലേക്ക് ഇതിടാം. അതിന് ശേഷം നമുക്ക് നമ്മുടെ ഇതിപ്പോൾ 5 മിനിറ്റ് ആയല്ലോ, ഇതിലേക്ക് ഈ ചായയിലേക്ക് ഞാനിവിടെ 2 ടീസ്പൂൺ പഞ്ചസാരയാണ് ഇടുന്നത്. അപ്പോൾ അത് നിങ്ങളുടെ മധുരത്തിൻ്റെ ഇഷ്ടപ്രകാരം നിങ്ങൾക്കത് കൂട്ടുക കുറയ്ക്കുകയോ ചെയ്യാം. ചിലർ ഒട്ടും മധുരം ഇടാണ്ട് കഴിക്കുന്നവരും ഉണ്ട്. അപ്പോൾ അങ്ങനെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഇത് മിക്സായി കഴിയുമ്പം ഞാനിതിൽ നിന്ന് ഈ ടീ ബാഗ്സ് എടുത്ത് മാറ്റുകയാണ്. ഞാൻ ആ ലെമണും മിൻറ്റും അതിൽ തന്നെ ഇടുകയാണ് കേട്ടോ. അപ്പം നിങ്ങൾക്ക് അതിൻ്റെ ടേസ്റ്റ് കുറച്ച് സ്ട്രോങ് ആയിട്ടൊക്കെ തോന്നുകയുണ്ടെങ്കിൽ നിങ്ങളത് മാറ്റിക്കോളൂ. എനിക്ക് ആ ടേസ്റ്റ് ഇഷ്ടമായിരുന്നാൽ അതിലിട്ടു എന്ന് മാത്രം. എന്നിട്ട് നമുക്കിതിനെ ഈ ഗ്ലാസ്സിലേക്ക് ഒഴിക്കാം. അപ്പോൾ ഇതിന് ചൂടുണ്ടാവും ഇപ്പോഴും, അത് ശ്രദ്ധിക്കണം. ഈ ഡ്രിങ്ക് നമ്മൾ ഇനി ഫ്രിഡ്ജിൽ ഇത് തണിഞ്ഞ് നല്ല നമ്മുടെ ഇഷ്ടത്തിനുള്ള തണുപ്പാവണ വരെ വെക്കണം. അപ്പോൾ ഇത് മൂടി വെച്ചിട്ടാണ് ഫ്രിഡ്ജിൽ നമ്മൾ സൂക്ഷിക്കുന്നത്. അപ്പോൾ ആ സമയത്ത് അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഈ മേസൺ ജാറ് യൂസ് ചെയ്ത്, കാരണം അതിന് മൂടിയോട് കൂടിയാണല്ലോ വരുന്നത്. നിങ്ങളുടെ കയ്യിൽ ഇതില്ല എന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, ഒരു റെഗുലർ ഗ്ലാസ് വെച്ചിട്ട് അതിനെ മൂടി വെച്ചാൽ മതി, അല്ലെങ്കിൽ ഒരു ബോട്ടിൽ യൂസ് ചെയ്യാം, അങ്ങനെ എന്തെങ്കിലും ചെയ്യാം. അപ്പം നമുക്കിത് തണുക്കാനായി ഫ്രിഡ്ജിൽ വയ്ക്കാം. അങ്ങനെ നമ്മുടെ സ്ട്രോബെറി ഐസ് ടീ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വ്യത്യസ്തമായി ഈ ഡ്രിങ്ക് നിങ്ങൾക്ക് ഒന്ന് നേരത്തെ കലക്കി വെച്ച ഗസ്റ്റൊക്കെ വരുമ്പോൾ ഹെൽപ്പായിരിക്കും. ഈ ഡ്രിങ്ക് എന്തുകൊണ്ടും നിങ്ങൾ ഈ വേനൽ ചൂടിൽ കുറച്ചൊരു സമാധാനം ഉണ്ടാവും കുടിച്ചാൽ. എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് ഹാവ് എ ഗ്രേറ്റ് സമ്മർ.